മധ്യ കേരളത്തിലെ ഫലം പൊതുവെ നോക്കുമ്പോൾ LDFിൻ്റെ ശക്തി വളരെ പ്രകടമാണ്. എറണാകുളം ജില്ല മാത്രമാണ് UDFിന് ഒരു ആധിപത്യം അവകാശപ്പെടാൻ കഴിയുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ സ്വതന്ത്രരെ വളരെ നന്നായി മാനേജ് ചെയ്യാനും ഒരു സഖ്യമുണ്ടാക്കാനും കഴിഞ്ഞ് 5 വർഷവും നല്ല രീതിയിൽ ഭരണം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. ഞാൻ നല്ല രീതിയിൽ എന്ന് ഉദ്ദേശിച്ചത് കാര്യമായ ചാഞ്ചാട്ടങ്ങളില്ലാതെ ഒരു അസ്ഥിരതയില്ലാതെ ഭരണം നടത്താൻ LDFിന് കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമാണ്. UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ കൊച്ചി കോർപ്പറേഷൻ 5 സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടുകൂടി ഭരണം നടത്താൻ അവർക്ക് കഴിഞ്ഞു. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിലും 24 സീറ്റ് LDFിനും 24 സീറ്റ് UDFിനും ഉള്ളപ്പോൾ ഒരു UDF സ്വതന്ത്രനെ MC വർഗീസിനെ പോലെ വളരെ കൃത്യമായ നിലപാടൊന്നും ഇല്ലാത്ത ഒരാളെ, രാഷ്ട്രീയ നിലപാടൊന്നും പലപ്പോഴും സ്വീകരിക്കാത്ത ഒരാളെ LDFിൻ്റെ മേയറായി 5 വർഷം കൊണ്ടു നടക്കാൻ കഴിഞ്ഞു. ആ അർത്ഥത്തിൽ നല്ല രീതിയിൽ ഫ്ലോർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഒരു അലയൻസ് മാനേജ്മെൻറ്റും നടത്താൻ LDFിന് കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് കൊച്ചി അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനുകളിൽ 5 വർഷം ഭരണം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞതിൻ്റെ പിറകിലുള്ള ശക്തി. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളാണ് ഇനി വിധി എഴുതാൻ പോകുന്നത്. നേരത്തെ പാർട്ടികൾക്ക് തീരുമാനിക്കാമായിരുന്നു ഈ സഖ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം. നിലവിൽ കൊച്ചി കോർപ്പറേഷൻ വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് UDFിൻ്റെ ഇവിടുത്തെ എല്ലാത്തരം തന്ത്രങ്ങൾക്കും പിന്നിലുള്ളത്. ആ അർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷൻ UDF വളരെ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും CPMന് കഴിഞ്ഞ 5 വർഷം ഭരിച്ച് ഇവിടെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവകാശപ്പെട്ട് തന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷൻ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് നേരിടാൻ പോകുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് BJP അവിടെ ഒരു സാന്നിധ്യമായി വളരുന്നു. അവിടെ ഏതാനും സീറ്റുകൾ മാത്രമാണ് BJPക്ക് നിലവിലുള്ളതെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച സാഹചര്യത്തിൽ വലിയ സ്വാധീനം അവർക്കുണ്ട്. വലിയ വോട്ടിംഗ് ശക്തിയില്ലെങ്കിൽ പോലും ഒരു ബഹുജന പിന്തുണ ആർജിക്കാൻ സുരേഷ് ഗോപിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു എന്നതിന് തെളിവാണ് ആ തെരഞ്ഞെടുപ്പ് വിജയം. അതുകൊണ്ട് തന്നെ അത് തൃശ്ശൂർ കോർപ്പറേഷനിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കലുങ്ക് സംവാദം അടക്കമുള്ള ഒരു ജനസമ്പർക്ക പരിപാടികൾ ഏത് തരത്തിൽ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുമായും അതുപോലെ തന്നെ തദ്ദേശ വോട്ടർമാരുമായും എങ്ങനെ സംവദിച്ചു എന്നതിൻ്റെ ഒരു നിദർശനം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഇപ്പോൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ LDFിലും UDFിലും മധ്യ കേരളത്തിൽ നിലവിലുള്ളൂ. ഇടുക്കിയെ സംബന്ധിച്ച് വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു പുതിയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വന്നിട്ടുണ്ട്. ആ സീറ്റിനായി മുസ്ലിം ലീഗ് UDFിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. LDFിൽ CPI അതിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ സീറ്റിന്റെ കാര്യത്തിൽ നിലവിൽ 2 മുന്നണികളും തീരുമാനമെടുത്തിട്ടില്ല. അതുപോലെ തന്നെ കോട്ടയത്ത് മുസ്ലിം ലീഗ് ഒരു സീറ്റ് ജില്ലാ പഞ്ചായത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ സീറ്റ് നൽകാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ആ അർത്ഥത്തിൽ ഒരു പ്രശ്നം അവിടെ UDFിലും നിലനിൽക്കുന്നു. കൊച്ചിയെ സംബന്ധിച്ച് തൃക്കാക്കര നഗരസഭയിലാണ് CPMും വളരെ വലിയ തർക്കമുള്ളത്. അതിപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ടേബിളിലേക്ക് കാര്യങ്ങൾ നീണ്ടിരിക്കുന്നു. അവിടെ വെച്ച് മാത്രമായിരിക്കും അവിടെയുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. ആലപ്പുഴ വളരെ സുപ്രധാനമാണ്. അവിടെ BJP വലിയ ഒരു ശക്തിയായി വളർന്നു വരുന്നു എന്നൊരു പ്രതീതി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കി. KC വേണുഗോപാൽ മിക്കവാറും എല്ലാ ആഴ്ചകളിലും അവിടെയുണ്ട് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ. അത് UDFിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം പലരും ഉന്നയിക്കുന്നു. LDFിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് നമുക്കറിയാം ആലപ്പുഴ. അവിടെ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നു. ആലപ്പുഴ നഗരസഭയിൽ പോലും അവർക്ക് ഒരു ചെയർപേഴ്സണെ തീരുമാനിക്കാൻ പാടുപെടേണ്ടി വന്ന അർത്ഥത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സംഘടനാ ദൗർബല്യങ്ങളെല്ലാം തന്നെ പാർട്ടികളെ അലട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ കായംകുളം നഗരസഭയിൽ BJP വലിയ മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ചില CPM നേതാക്കൾ BJPയിൽ പോയതിൻ്റെ ഒരു ആഘാതം അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ സങ്കീർണമായ ഒരു ഫലം തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് നിലവിൽ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ ഒരു സ്വാധീനം കൂടി ഉള്ള പ്രദേശമുണ്ട്. അത് ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ട നഗരസഭയിൽ അവർക്ക് 4 സീറ്റുണ്ട്. അത് 8 വർദ്ധിപ്പിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴ നഗരത്തിനടുത്തുള്ള അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലും SDP വളരെ നിർണായകമാണ്. ആ അർത്ഥത്തിൽ BJPയും SDP-യും കൂടി ശക്തമായി മത്സരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ കൂടിയുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഈ മധ്യ കേരളം എന്ന് പറയുന്നത്. മധ്യ കേരളത്തിൽ UDFിൻ്റെ ശക്തി കേന്ദ്രം എറണാകുളം മാത്രമാണ്. മറ്റെല്ലാ ജില്ലകളിലും BJPയും CPMും ശക്തമായി മത്സരിക്കുന്നു. പലയിടത്തും ത്രികോണ മത്സരം തന്നെ വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി മധ്യ കേരളത്തിലുണ്ട്.